മരിച്ചുപോയവർ ഏതവസ്ഥയിലാണ് ആയിരിക്കുന്നത്? ആയിരക്കണക്കിനു വർഷങ്ങളായി മനുഷ്യമനസ്സുകളിലൂടെ കടന്നുപോയിട്ടുള്ള സുപ്രധാന ചോദ്യങ്ങളാണിവ. നാം ആരായിരുന്നാലും എവിടെ ജീവിച്ചാലും ഇവയ്ക്കുള്ള ഉത്തരം നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ പ്രധാനമാണ്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു എന്ന് ജ്ഞാനിയായ ശലോമോൻ രാജാവ് പ്രസ്താവിച്ചു. സഭാപ്രസംഗി 9:5. സാധ്യമാകുന്നത്രയും കാലം ജീവിച്ചിരിക്കാൻ നാം ശ്രമിക്കുന്നു. എങ്കിലും മരിക്കുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമെന്നറിയാൻ നാം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മരണം നമ്മെ ദുഃഖിപ്പിക്കുന്നു. മാത്രമല്ല, അത് പിൻവരുന്ന ചോദ്യങ്ങൾ ഉയർത്തിയേക്കാം. അവർക്കെന്ത് സംഭവിച്ചു? അവർ കഷ്ടപ്പെടുകയാണോ? അവർ നമ്മെ സംരക്ഷിക്കുന്നുണ്ടോ? നമുക്കവരെ സഹായിക്കാനാകുമോ? വീണ്ടും എന്നെങ്കിലും നാം അവരെ കാണുമോ? ലോകത്തിലെ മതങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നൽകുന്നത്. നിങ്ങളൊരു നല്ല ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ സ്വർഗ്ഗത്തിലേക്കും, മോശമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഒരു അഗ്നിദണ്ഡന സ്ഥലത്തേക്കും പോകുമെന്ന് ചില മതങ്ങൾ പഠിപ്പിക്കുന്നു. ഇനിയും പൂർവികരോടൊത്ത് ആയിരിക്കാനായി മരണത്തിങ്കൽ മനുഷ്യർ ആത്മമണ്ഡലത്തിലേക്ക് പോകുന്നുവെന്നാണ് വേറെ ചില മതങ്ങളുടെ പഠിപ്പിക്കൽ. മരിച്ചവർ ന്യായവിധിക്കായി അധോലോകത്തിലേക്ക് പോകുകയും തുടർന്ന് മറ്റൊരു ശരീരത്തിൽ പുനർജനിക്കുകയും ചെയ്യുന്നുവെന്ന് മറ്റു ചില മതങ്ങൾ പഠിപ്പിക്കുന്നു. മതങ്ങളുടെ അത്തരം പഠിപ്പിക്കലുകളിലെല്ലാം പൊതുവായ ഒരാശയമുണ്ട്. നമ്മുടെ ഏതോ ഒരു ഭാഗം ഭൗതിക ശരീരത്തിന്റെ മരണത്തെ അതിജീവിക്കുന്നുവെന്നതാണത്. മുൻകാലത്തെയും ഇപ്പോഴത്തെയും മിക്കവാറും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള പ്രാപ്തി സഹിതം നാം എങ്ങനെയോ നിത്യം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ അത് എങ്ങനെ സാധ്യമാകും? നമ്മുടെ ഇന്ദ്രിയങ്ങളും ചിന്തകളുമെല്ലാം തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. മരണത്തിങ്കൽ തലച്ചോറിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. നമ്മുടെ ഓർമ്മകളും വികാരങ്ങളും ഇന്ദ്രിയങ്ങളും നിഗൂഢമായ വിധത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല. അവ തലച്ചോറിന്റെ നാശത്തെ അതിജീവിക്കുന്നുമില്ല. മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മരണത്തിങ്കൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തലച്ചോറ് രൂപകൽപ്പന ചെയ്ത യഹോവയ്ക്ക് ഒരു നിഗൂഢതയല്ല. അതു സംബന്ധിച്ച സത്യം അവനറിയാം. മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് അവൻ തന്റെ വചനമായ ബൈബിളിൽ വിശദീകരിക്കുന്നുമുണ്ട്. അത് വ്യക്തമായി ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാൾ ഇല്ലാതാകുന്നു. ജീവന്റെ നേർവിപരീതമാണ് മരണം. മരിച്ചവർക്ക് കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. നമ്മുടെ യാതൊരു ഭാഗവും ശരീരത്തിന്റെ മരണത്തെ അതിജീവിക്കുന്നില്ല. നമുക്ക് അമർത്യമായ ഒരാത്മാവില്ല. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നുവെന്ന് പറഞ്ഞ ശേഷം ശലോമോൻ ഇപ്രകാരം എഴുതി: മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മരിച്ചവർക്ക് സ്നേഹിക്കാനോ ദ്വേഷിക്കാനോ കഴിയില്ലെന്നും ശവക്കുഴിയിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ അടിസ്ഥാന സത്യം വിശദീകരിച്ചു. സഭാപ്രസംഗി 9:5-6. സമാനമായി, മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നുവെന്ന്, അവന്റെ ചിന്തകൾ ഇല്ലാതാകുന്നുവെന്ന് സങ്കീർത്തനം 146:4 പറയുന്നു. നാം മർത്യരാണ്. ശരീരം മരിച്ചശേഷം നാം തുടർന്ന് ജീവിക്കുന്നില്ല. ജീവൻ ഒരു മെഴുകുതിരുനാളം പോലെയാണ്. ഊതിക്കെടുത്തുമ്പോൾ അതെവിടേക്കും പോകുന്നില്ല. അത് ഇല്ലാതാകുന്നു. മരണത്തെക്കുറിച്ച് യേശു പറഞ്ഞതെന്താണ്? മരണത്തെ യേശു വിശദീകരിച്ചത് എങ്ങനെയാണ്? മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് യേശു പറയുകയുണ്ടായി. തന്റെ അടുത്ത സുഹൃത്തായ ലാസർ മരിച്ചപ്പോൾ അവനെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോടായി യേശു ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു. ലാസർ ഉറങ്ങുകയാണെന്നും അവന്റെ രോഗം ഭേദമാകുമെന്നുമാണ് യേശു പറയുന്നത് എന്ന് അവന്റെ ശിഷ്യന്മാർ വിചാരിച്ചു. പക്ഷെ അവൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. തുടർന്ന് യേശു വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു: ലാസർ മരിച്ചുപോയി. യോഹന്നാൻ 11:11-15 വരെ. യേശു മരണത്തെ നിദ്രയെന്ന് വിളിച്ചതായി ശ്രദ്ധിക്കുക. ലാസർ സ്വർഗ്ഗത്തിലോ ഒരു തീനരകത്തിലോ ആയിരുന്നില്ല. ദൂതന്മാരെയോ പൂർവീകരെയോ അവൻ കണ്ടുമുട്ടിയില്ല. മറ്റൊരു മനുഷ്യനായി ലാസർ പുനർജനിച്ചുമില്ല. സ്വപ്നരഹിതമായ ഗാഢനിദ്രയിലായിരുന്നാലെന്ന പോലെ അവൻ മരണത്തിൽ വിശ്രമം കൊള്ളുകയായിരുന്നു.